എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സഫ, മെഹനു, അതുപോലെ തന്നെ ഫസ്മിന, ലല്ലു അവരുടെയൊക്കെ ഒരു ടോപ്പിക്ക് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവരെ കുറേ നാളായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാളൊന്ന് ഒതുങ്ങി നിന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഓണത്തിനോടനുബന്ധിച്ചിട്ട് ഈ ഒരു സഫയുണ്ടെങ്കിൽ കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലല്ലുവുമായിട്ട് ഒരുമിച്ചുള്ള ഒരു വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെയാണ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഈ ലല്ലു എന്ന് പറയുന്നത് ഫസ്മിനയുടെ ഭർത്താവായിരുന്നു. ഈ ഒരു ഫസ്മിനെ അതുപോലെ തന്നെ സഫയും തന്നെ കുറേ നാളായിട്ട് നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേ കണക്കൊരു ഫോട്ടോ ഒക്കെ പങ്കുവെച്ചതിന് പിന്നാലെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ ഭർത്താവുമായിട്ടല്ലേ ഇപ്പം നിൻ്റെ കൂട്ടുകാരി സഫ ഉണ്ടെങ്കിൽ ഒരുമിച്ച് നടക്കുന്നത്, ഫോട്ടോസൊക്കെ എടുക്കുന്നത്, എന്നിട്ട് നിനക്ക് ഇതിനൊന്നും പറയാൻ മറുപടി ഇല്ലേ എന്നൊക്കെ ഉള്ള രീതി കുറേയധികം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ഒരു ഫസ്മിനിക്ക് കമൻസിലൊക്കെ പോയിട്ട് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനൊക്കെ മറുപടിയായിട്ട് സഫയ്ക്കെതിരെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫസ്മിന സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ വിഷയമൊന്നും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് അത് ആദ്യമേ പറഞ്ഞിട്ട് പിന്നെ ഇപ്പം നടക്കുന്ന എന്താണ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്മിന അതുപോലെ തന്നെ ഈ ഒരു ലല്ലു എന്ന് പറഞ്ഞ ഈ രണ്ട് വ്യക്തികൾ ഇവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഈ ഫസ്മിന ഇതിനു മുമ്പ് തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസർ ഉണ്ട്, ആ ഒരു വ്യക്തിയായിട്ടൊക്കെ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെയാണ് ഇവർ കുറച്ചും കൂടി ഫേമസ് ആവുന്നത്. തൊപ്പിയായിട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ലല്ലു ആയിട്ടുള്ള റിലേഷൻ തുടങ്ങുന്നത്, കല്യാണം കഴിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു, ഈ ലല്ലുവിന് മറ്റ് ബന്ധങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ലല്ലുവും അതുപോലെ തന്നെ ഫസ്മിനയും തമ്മിൽ പിരിയാൻ പോകുമായിരുന്നു. അങ്ങനെ പിരിയാൻ പോയി കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവ എന്നെ ചതിച്ചു, ലല്ലു ആണെങ്കിൽ പറയും ഫസ്മിനെയാണ് എന്നെ ചതിച്ചത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരി എറിയുന്ന രീതിയിലാണ് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഫസ്മിന ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഈ ഒരു ലല്ലുവിനെ പറ്റി പറയും, ലല്ലു ഉണ്ടെങ്കിൽ ഫസ്മിനെ പറ്റി പറയും. ഫസ്മിനെ മെയിനായിട്ട് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ കൂടുതൽ അതിലൂടെയാണ് പറയുന്നത്. കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ നാടകമാണെന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പല ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പുറത്ത് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ലല്ലു ഉണ്ടെങ്കിൽ ഫസ്മിനയുടെ പല ബന്ധങ്ങളെക്കുറിച്ച് പുറത്ത് വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ നാറ്റിക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്ക് ഈ ഒരു ലല്ലു ഉണ്ടെങ്കിൽ വേറെ ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണെന്നൊക്കെ ഉള്ള രീതിയിൽ കുറേയധികം വാർത്തയും കാര്യങ്ങളൊക്കെ വരുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതാരാണെന്ന് പറഞ്ഞാൽ അത് വേറൊരു ഇൻഫ്ലുവൻസേഴ്സാണ്. അതിൽ മെയിനായിട്ട് കുറേയധികം പേർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. റിഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ. ഈ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടെങ്കിൽ ദുബായിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഹസ്ബൻഡായിട്ടുള്ള മെഹനാസിനെതിരെ കുറേയധികം സോഷ്യൽ മീഡിയയിൽ ഇവനാണ് ഇതേ കണക്ക് ഈ ഒരു റിഫയ്ക്ക് എന്തൊക്കെയോ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം സോഷ്യൽ മീഡിയയിൽ ആ ഒരു മെഹനാസിനെതിരെ കുറേയധികം ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവനാണ് ഈ ഒരു പെൺകുട്ടി ഇതേ കണക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു റിഫ ഭയങ്കര ഫേമസ് ആയിരുന്നു. എന്തായാലും അവരും ആ ഒരു മെഹനാസ് തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം എല്ലാവരും ഈ ഒരു മെഹനാസിനെയാണ് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ മെഹനാസ് ഉണ്ടെങ്കിൽ രണ്ടാമത് പിന്നെ ഒരു കല്യാണം കഴിച്ചതാണ് ഈ സഫ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി. അപ്പം ഈ ഒരു റിഫയുടെ കാര്യം കൊണ്ട് തന്നെ ആ ഒരു മെഹനാസ് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു രണ്ടാമത് ഈ ഒരു സഫയെ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ആൾക്കാരുണ്ടെങ്കിൽ ഈ മെഹനാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ തകർത്തിട്ട് അടുത്ത ആളുടെ പിറകെ പോയേക്കുവാണല്ലേ, നിനക്ക് ഇതേ കണക്കുള്ള കാര്യങ്ങൾ നിർത്താനായിട്ടില്ലേ എന്നുള്ള രീതി കുറേയധികം പേര് ചോദിച്ചുകൊണ്ട് കമൻറ്റ്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മെഹനാസ് പറഞ്ഞൊരു കാര്യം, ഞാനുണ്ടെങ്കിൽ എൻ്റെ റിഫയുടെ കൂടെ എന്തുമാത്രം ഓണസ്റ്റായിട്ട് നിന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം, പിന്നെ എൻ്റെ കുട്ടിയുടെ കാര്യം ഞാൻ നോക്കണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ റിഫയുടെ വീട്ടുകാർ അതിന് സമ്മതിക്കുന്നില്ല. ഞാനുണ്ടെങ്കിൽ എനിക്ക് അടുത്തൊരു ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് ഞാനുണ്ടെങ്കിൽ സഫയായിട്ട് കല്യാണം കഴിച്ചത്. അല്ല നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഞാൻ ആരെയും ചതിച്ചിട്ടോ അല്ലെങ്കിൽ ആരുടെ ജീവിതം തകർത്തിട്ടോ ഒന്നുമില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അതിലെനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു മെഹനാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സഫയെ കല്യാണം കഴിക്കുന്നത്. സഫയുണ്ടെങ്കിൽ ഈ മെഹനാസിനെ കല്യാണം കഴിച്ചു എന്നുള്ള ഒറ്റ ഒരു കാരണം കൊണ്ടുണ്ടെങ്കിൽ ആൾക്കാർ സഫയ്ക്കെതിരെ നെഗറ്റീവായിട്ട് കമൻറ്റ്സ് ഇടുക, വീഡിയോസ് ചെയ്യുക. കാരണം റിഫയോട് കുറേയധികം പേർക്ക്, ആദ്യ ഭാര്യയായിട്ടുള്ള റിഫ ആ മരിച്ചുപോയ കുട്ടിയോട് എല്ലാവർക്കും കുറേ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെഹനാസ് കല്യാണം കഴിച്ച് സഫയോട് ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഈ മെഹനാസ് ഉണ്ടെങ്കിൽ നീ അനുഭവിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു മെഹനാസ് യൂട്യൂബിൽ ഒരു ദിവസം വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. തൻ്റെ വൈഫായിട്ടുള്ള രണ്ടാം വൈഫായിട്ടുള്ള ഈ ഒരു സഫയുണ്ടെങ്കിൽ ലല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫസ്മിനയുടെ ഭർത്താവുമായിട്ട്
ഒളിച്ചോടിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും പോസ്റ്റും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ആൾക്കാർ ഫുൾ എന്താണ് ഇങ്ങനെ എനിക്ക് സഫ ഇത് കണക്ക് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻസ് ഇട്ടിട്ട് അയ്യോ ഈ ഒരു മെഹനാസിൻ്റെ പേരിൽ വിഷമം അറിയിക്കുന്ന കുറേയധികം പേരുണ്ടായിരുന്നു. മറ്റ് ചിലർ മെജോറിറ്റി കൂടുതൽ ആൾക്കാരും ഈ ഒരു മെഹനാസിന് ഇങ്ങനെ തന്നെ വരണം, നീ ഉണ്ടെങ്കിൽ റിഫയുടെ ജീവിതം തകർത്ത ആളല്ലേ, അപ്പോഴാണ് നിനക്ക് ഇതേ കണക്ക് ഇപ്പം നിനക്ക് മനസ്സിലായോ നിൻ്റെ ജീവിതത്തിലും ഇതേ കണക്ക് വന്നപ്പം നീ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ജീവൻ തകർത്തപ്പോൾ നീ വിചാരിച്ചില്ല ഇതേ കണക്കൊന്നും സംഭവിക്കുമെന്ന്, പക്ഷേ നീ ചെയ്തതിനുള്ള തിരിച്ചടിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു മെഹനാസിനെതിരെ ആൾക്കാർ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞൊരു കാര്യം, ഈ ഒരു സഫയുണ്ടെങ്കിലും ലല്ലുവിൻ്റെ കൂടെ പോയി എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഈ ഒരു ഫസ്മിന ഉള്ള ഒരു ഇൻഫ്ലുവൻസറും ഇതേ കണക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സഫയും ലല്ലു ഒരുമിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയും ഈ ഒരു സഫ കൊണ്ടുപോയി. ഈ മെഹനാസിലും സഫ അവർ ഒരുമിച്ച് ജീവിച്ച് അതിലൊരു കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയും കൊണ്ടാണ് സഫ ലല്ലുവിൻ്റെ കൂടെ പോയെന്നാണ് മെഹനാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ഉണ്ടെങ്കിൽ ഈ ഒരു സഫ കുറേയധികം വീഡിയോസും ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ ഈ മെഹനാസ് പറയുന്ന പോലെയൊന്നും ലല്ലുവിൻ്റെ കൂടെ ഒന്നുമല്ല പോയേക്കുന്നത്, ഞാനുണ്ടെങ്കിൽ വേറൊരു വീടെടുത്ത് മാറിയേക്കുവാണ്, ഇവൻ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു കാരണം കൊണ്ടാണ് ഞാൻ ഇതേ കണക്കൊക്കെ പോയത്, അല്ലാതെ ഇവൻ പറയുന്ന കണക്ക് ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്മിനെ ഉണ്ടെങ്കിൽ പറഞ്ഞു തൻ്റെ ഭർത്താവായിട്ടുള്ള ലല്ലുവിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു സഫ പോയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു ഫസ്മിനെയും മെഹനാസിൻ്റെ കൂടെ ചേർന്ന് സഫയ്ക്കെതിരെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇനി ഈ ഒരു ഫസ്മിനെ പറഞ്ഞ് ഞാൻ ഇവർക്കെതിരെ ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എനിക്ക് എൻ്റെ മനസ്സമാധാനമാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ സഫയും ഫസ്മിനെയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്ന അങ്ങനത്തെ കുറേയധികം ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ചോദിച്ചു, നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ, നിങ്ങൾ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയും കാര്യങ്ങളുമായിട്ടൊക്കെ നിന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ ഒരു ഫസ്മിനെ പറഞ്ഞ ഒരു കാര്യം, സഫ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് എല്ലാം മാപ്പ് പറഞ്ഞ് അവളെ ഉണ്ടെങ്കിൽ ഒരു ലല്ലു ഉപയോഗിച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ അതുകൊണ്ടാണ് ക്ഷമിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു സഫ ഒരു വീഡിയോയും ഫോട്ടോയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലല്ലുവിൻ്റെ കൂടെ ഇപ്പോൾ ആയിരുന്നു. ഈ ലല്ലുവിൻ്റെ കൂടെ ഉള്ള ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തതിന് ശേഷമാണ് ആൾക്കാർ ഫസ്മിനെ അടുത്ത് ചോദിച്ചത്, നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ അല്ലേ ഇപ്പം അവനുള്ളത്, എക്സ് ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലേ ഉള്ളത്, നിൻ്റെ ഫ്രണ്ടായിരുന്നല്ലോ, നീ എന്താ ഇത് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു, പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ സ്റ്റോറി ആയിട്ട് ഈ ഒരു ഫസ്മിന വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഫസ്മിന പറഞ്ഞൊരു കാര്യം, അവളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ അവൻ ഉപയോഗിച്ചു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ വിശ്വസിച്ച് അവളുമായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടില്ല. ഇവളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ സഫയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇവൾ പലരുമായിട്ട് എൻ്റെ തന്നെ 8ഓളം ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് കിടന്നിട്ടുണ്ട്. ഇവനും എൻ്റെ എക്സ് ഹസ്ബൻഡായിട്ടുള്ള അവനും ഇതുപോലെ കുറേയധികം സ്ത്രീകളുമായിട്ടൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ കണക്കുള്ളവർ, അങ്ങനെയുള്ളവരാണ് ചേരേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫസ്മിനെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടുത്തൊരു പോസ്റ്റ് ഈ ഒരു ഫസ്മിനെ ഉണ്ടെങ്കിൽ ഈ ഒരു സഫയ്ക്കെതിരെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതേ കണക്കും പ്രതികരിച്ചത് ഉടനെ ഉണ്ടെങ്കിൽ സഫ എന്നെ ബ്ലോക്ക് ചെയ്തു, ഇവരെ പറ്റിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ച സമയത്ത് കുറേയധികം പേര് ഇതേ കണക്ക് ഇവരെ പറ്റി വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫസ്മിനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരെ പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്യാം, അതിന് 2 ദിവസം തരണം, കുറേയധികം തെളിവുകളൊക്കെ കളക്ട് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്മിനെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുകൊണ്ട് തന്നെ ഇനി ഫസ്മിനയ്ക്ക് ഇനിയും പുതിയതായിട്ട് ഓരോ വീഡിയോസ് ഇടാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് നാൾ ഈ ഒരു ഫസ്മിന ഇതിൻ്റെ ഒരു ടോപ്പിക്ക് ഇനി സംസാരിക്കേണ്ടി വരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവിഹിതവും അതും ഇതും ഒക്കെയാണ്. നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ ആരാരെ കൂടെ നിൽക്കണമെന്ന് വെച്ചാൽ എല്ലാവരും കുറ്റക്കാരാണ്. ഇതിൽ ആരും അത്ര നല്ലവരൊന്നും അല്ല ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കാര്യം വരുമ്പോഴത്തേന് നമുക്ക് ഒരാളുടെ കൂടെ നിൽക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആരെ കൂടെ നിന്നാലും നമുക്കുണ്ടെങ്കിൽ ചീത്തപ്പേരേ കിട്ടത്തുള്ളൂ. കാരണം അങ്ങനത്തെ ഉള്ളൊരു കേസ് കെട്ടാണ് ഇവരെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതിലിപ്പം ഫസ്മിനെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും, സഫയ്ക്കും ലല്ലുവിനെതിരെ. അവരുണ്ടെങ്കിൽ ഈ ഫസ്മിനയ്ക്കെതിരെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ഇതിന് മെഹനാസ് ഉണ്ടല്ലോ, ആദ്യം ഒരു സഫയുണ്ടെങ്കിൽ കല്യാണം കഴിച്ച ആദ്യ ഭർത്താവ്, അവനും അടുത്തതായിട്ട് വരും. ഇങ്ങനെ മൊത്തത്തിലുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സർക്കിളായിട്ട് കിടന്ന് വഴക്ക് കൂടുതലും അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളത്തേന് കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായം അറിയാനും ആഗ്രഹമുണ്ട്.